റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വേദഭാഗം തുടർന്നും നമുക്ക് ശ്രദ്ധിക്കാം. എപ്പിസിൽ ഓഫ് റോമൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 1-7. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്: നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ചു ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ചു ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ. ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത് അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ പ്രാരംഭമായിട്ട് ചില കാര്യങ്ങൾ റോമാലേഖനത്തിൽ നിന്നും ചിന്തിപ്പാൻ ദൈവം ഇടയാക്കി തീർത്തു. ലാസ്റ്റ് വീക്ക് വി ഹാവ് ഡിസ്കസ്ഡ് ബ്രീഫ്ലി അബൌട്ട് ദ എപ്പിസിൽ ഓഫ് റോമൻസ് ആൻഡ് വി ഹാവ് സ്റ്റേറ്റഡ് ദാറ്റ് അൺലൈക്ക് all other Pauline epistles, all other letters were directed or written to churches that either Paul himself had established or one of his associates. In other words, every epistle Paul writes to the churches, and when he writes, he had a personal relationship with all those churches and people. But here we have seen last week, Rome is one of the places that Paul never visited before he wrote this epistle. That is one of the peculiarities of the epistle of Romans. And he writes to them explaining what is God's gospel. And he also speaks about the righteousness of God that is revealed in the gospel. And at the outset, like the custom of letter writing of his day, those days, Paul begins with introducing himself and then greeting his recipients, and also while he salutes them, he wishes. That is the normal custom in those days when ancient letters were written. So Paul follows the same custom, but more than the formal greetings, when Paul salutes the saints at Rome, he at the outset teaches what he is going to explain in the rest of the epistle. ഞാൻ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് മലയാളം അറിയാത്ത പ്രിയപ്പെട്ടവരും ഉള്ളതുകൊണ്ടാണ്. എങ്കിലും ഞാൻ ഇംഗ്ലീഷിലും പറയാം. പൗലോസ് താൻ സ്ഥാപിക്കാത്തതാകുന്ന ഒരു സഭയ്ക്കാണ് റോമാലേഖനം എഴുതുന്നത്. താൻ ഇതുവരെ അവിടെ സന്ദർശിച്ചിട്ടില്ല. അതൊക്കെ നമുക്ക് റോമാലേഖനം വായിക്കുമ്പം മനസ്സിലാക്കാനായിട്ട് കഴിയും. പോള് സാധാരണഗതിയിൽ തൻ്റെ ലേഖനങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ താൻ നേരിട്ടോ അല്ലെങ്കിൽ തൻ്റെ അസോഷിയേറ്റ്സ് ആയിട്ടുള്ളവരോ കടന്നുപോയി ശുശ്രൂഷിച്ച സ്ഥലങ്ങളിൽ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട സഭകൾക്കാണ് സാധാരണയായിട്ട് പൗലോസ് എഴുതുന്നത്. മാത്രമല്ല, ആ കാലത്തെ രീതി അനുസരിച്ച് തന്നെ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു ലെറ്റർ റൈറ്റിംഗ് കസ്റ്റമുണ്ട്, ഒരു രീതിയുണ്ട്. അത് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് പോലെയല്ല. ടുഡേ വി ബിഗിൻ അവർ ലെറ്റർ വിത്ത് ഡിയർ സോ ആൻഡ് സോ, ആൻഡ് when you finish yours truly
so and so. That's how we write letters today. But in those days, it was not. It was not the custom. That was not the custom in those days. ആ കാലങ്ങളിൽ അങ്ങനെയല്ല. സോ ആ ലെറ്റർ ആരംഭിക്കുമ്പോൾ തന്നെ ആരാണ് ആ ലെറ്റർ എഴുതുന്നത് എന്ന് തന്നെ പരിചയപ്പെടുത്തുന്നു, അല്ലേ? ഓക്കെ, പെട്ടെന്ന് മുന്നോട്ട് വന്നാൽ നന്നായിരിക്കും. ഓക്കെ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ, അല്ലേ? ഓക്കെ, ഗോഡ് ബ്ലെസ് യു. അപ്പോൾ ഈ ലേഖനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ കാലത്തുള്ളതാകുന്ന ഒരു കസ്റ്റം അനുസരിച്ച് തന്നെ ആദ്യം ആ എഴുതുന്നയാളെ പരിചയപ്പെടുത്തുന്നു, പിന്നെ ആർക്കെഴുതുന്നോ അവരെക്കുറിച്ച് ഉള്ള ചില കാര്യങ്ങൾ അവിടെ പറയും. അതുകൂടാതെ ഒരു ഫോർമലായിട്ടുള്ളൊരു പ്രയർ അവർക്ക് വേണ്ടി ചെയ്യും. ഇതായിരുന്നു അന്ന് ഉണ്ടായിരുന്ന കസ്റ്റം. എന്നാൽ പൗലോസ് ഒരു ഫോർമലായിട്ടുള്ള ഒരു സല്യൂട്ടേഷൻ കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആരംഭത്തിൽ തന്നെ ആ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട വസ്തുതകളെ വിവരിച്ചുകൊണ്ടാണ് പോള് ആരംഭിക്കുന്നത്. ഓക്കെ, ഓക്കെ, പ്ലീസ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, ഓക്കെ, നമുക്ക് ആ ഭാഗത്തേക്ക് വീണ്ടും മടങ്ങി വരാം. റോമാലേഖനം 1-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പറഞ്ഞ കാര്യം. ഒന്ന്, ഇത് പൗലോസ് ഒരിക്കലും വിസിറ്റ് ചെയ്യാത്ത അല്ലെ പൗലോസിനാൽ സ്ഥാപിക്കപ്പെടാത്ത ഒരു സഭയ്ക്കാണ് ഈ ലേഖനം എഴുതുന്നത്. ഈ ലേഖനം ആ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു രീതി പോലെ തന്നെ, അല്ലെങ്കിൽ മറ്റ് സെക്കുലർ എഴുത്തുകൾ എഴുതുന്ന പോലെ തന്നെയാണ് എഴുതുന്നത്. എങ്കിലും പോള് ആരംഭത്തിൽ തന്നെ തന്നെന്താണ് പറയുവാനായിട്ട് പോകുന്നത് എന്ന കാര്യം വിശദമാക്കുന്നു. ഒന്നാമതായിട്ട് പോള് ഹീസ് ഗോയിങ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് the gospel. What is the gospel? That is the theme. So, ഗോസ്പലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഗോസ്പൽ, സുവിശേഷം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, നമ്മൾ പൊതുവെ സുവിശേഷ വിഹിത സഭകളെന്നാണ് നമുക്ക് അറിയപ്പെടുന്നത്. പക്ഷേ ഇന്നത്തെ ഏറ്റവും ദയനീയമാകുന്നൊരവസ്ഥ, സുവിശേഷമെന്നുള്ളത് നമ്മുടെ കൺവെൻഷനുകളിലോ നമ്മുടെ ചർച്ചുകളിലോ മേമ്പൊടി പോലും ചേർക്കാനില്ല എന്നുള്ള ഒരു സത്യം, ദുഃഖകരമാകുന്ന സത്യമുണ്ട്. അത് ഫാക്റ്റാണ്. സുവിശേഷ വിഹിത സഭകളാണ് നമ്മൾ. പക്ഷെങ്കിൽ സുവിശേഷം എന്താണെന്ന് ആർക്കും അറിയാനും പാടില്ല. സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുമില്ല. സുവിശേഷത്തെക്കുറിച്ച് ഒരു ബോധവുമില്ല. സുവിശേഷമെന്ന് പറഞ്ഞാൽ കടം തീർക്കും, രോഗം മാറ്റും, ഇത് മാത്രമാണ്. അത് പറഞ്ഞ ആൾ വരണ്ടേ? അങ്ങനെ വരണ്ട. എന്താണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്? നമ്മളതാ ഇന്ന് കാണാൻ പോകുന്നത്. അവർ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ: വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവേൻ. അതാ സുവിശേഷം. ദാറ്റ് ഈസ് ദ ഗോസ്പൽ. അതങ്ങ് പറഞ്ഞേച്ചാൽ മതി. അതുകൊണ്ട് മാനസാന്തരപ്പെടുന്നവരെ മാനസാന്തരപ്പെടുത്തുള്ളൂ. അല്ലാതെ കുറേ ആൾ ഇതിനകത്ത് കയറിയിട്ട്, കുറേ മെമ്പേഴ്സ് ഇതിനകത്ത് വന്നിട്ട് ചുമ്മാതെ സകല
ലോകത്തിൻ്റെ കച്ചടായും ഇതിനകത്തോട്ട് വലിച്ചു വെക്കാമെന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല. സോ വി മസ്റ്റ് preach gospel. We must. Now, so first of all, Paul introduces himself. ഒന്നാമതായിട്ട് പൗലോസ് തന്നെ പരിചയപ്പെടുത്തുകയാണ്. എന്താണ് പോള് തന്നെ പരിചയപ്പെടുത്തുന്നത്? നമ്മുടെ മലയാളം വേദപുസ്തകത്തിൽ ആ ഓർഡർ അല്പം വ്യത്യാസമാണ്. ഞാൻ ഇംഗ്ലീഷ് ബൈബിളിൻ്റെ ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ പ്ലീസ് ബെയർ വിത്ത് മീ. Number 1, verse 1. Paul, a servant of Christ Jesus, called to be an apostle and set apart for the gospel of God. Paul introduces himself with his Roman name. And actually, his Hebrew name is Saul. But here, he introduces himself. I think he is fond of his, rather than using his Hebrew name, he uses his Roman name. I don't know if he was using it purposely, because then the Roman name Paul means little. So maybe he thought to himself that this meaning of the name Paul should apply to me always. He considered himself, as he writes elsewhere in 1 Corinthians, the least of, in Ephesians, the least of all the saints. And then when he writes to the Corinthians, he describes himself the least of all the apostles. And even after many years in the ministry, when he writes 1 Timothy, he refers to himself that the Lord Jesus Christ came into the world to save sinners, and among them I am the chief of sinners. See, പോള് നാളുകൾ കഴിഞ്ഞപ്പം തന്നെക്കുറിച്ച് the more he knew God, the more he knew the righteousness, the holiness, the majesty of God, the more he knew about his own state. This is what always happens if you grow spiritually. ആത്മീകമായിട്ട് നാം വളരുമ്പോൾ, നമുക്ക് മെച്യൂരിറ്റി ഉണ്ടാകുമ്പോൾ, the more we know God, the more we will understand our unworthiness. So here, Paul uses his Roman name, which means little. He may be really feeling his littleness. I don't know. But this is the name he prefers. പൗലോസ് തൻ്റെ ആ റോമൻ പേരാണ്, പോൾ എന്ന പേര്, തൻ്റെ സോൾ എന്ന, ശൗലെന്ന ആ ഒറിജിനൽ പേരല്ല ഉപയോഗിക്കുന്നത്, പോൾ എന്ന പേരുപയോഗിക്കുന്നു. പോൾ എന്ന പേരിൻ്റെ അർത്ഥം ലിറ്റിൽ, ചെറിയവൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ വിശേഷിപ്പിക്കുന്നത് നിശ്ചയമായിട്ടും ദൈവത്തെക്കുറിച്ചുള്ള തൻ്റെ ബോധ്യവും ദൈവത്തിൻ്റെ വിശുദ്ധിയും മഹത്വവും മനസ്സിലാക്കുന്നിടത്തോളം താൻ എത്ര ചെറുതാണ് എന്നുള്ള തൻ്റെ ബോധത്തിൽ നിന്ന് ആകാം. ഇറ്റ് മേ ബി ദ കേസ്. I am assuming on that. Maybe. It may be or may not be. I don't know. But
ഇതാണ് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നത്. എഫേസ്യ ലേഖനത്തിൽ സകല വിശുദ്ധന്മാരിലും ചെറിയവൻ എന്ന് താൻ തന്നെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ സകല അപ്പോസ്തലന്മാരിലും താൻ ചെറിയവനാണെന്ന് പറയുന്നു, സകല വിശുദ്ധന്മാരിലും ചെറിയവനാണെന്ന് പറയുന്നു. പിന്നീട് തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനത്തിൽ താൻ പറയുന്നു, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാ മനുഷ്യരും അംഗീകരിപ്പാൻ യോഗ്യവും വിശ്വാസ്യവുമാകുന്ന വചനമാണ്. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. മേ ബി that shows who this man is. And that shows how a person mature in Christ, how humble he becomes. ഒരുപക്ഷെ അത് കാണിക്കുന്നത് ക്രിസ്തുവിൽ എത്രത്തോളം ഒരു മനുഷ്യൻ വളരുമോ അത്രത്തോളം താൻ വിനയമുള്ളവനായി തീരും. That is what really happens. Okay, now, number one, he calls himself a servant of Christ Jesus. A servant. The word servant is doulos. That Greek word was particularly used for slaves. A slave is a person who doesn't have rights of his own. He is fully and totally devoted to his master, and in some case he is simply treated as a property of the master. He doesn't have any freedom of his own. He doesn't have any rights of his own. He is completely and totally at the disposal of his master. And he is fully devoted to his master. And this is the word that Paul uses to describe, to introduce about himself to a church which he hadn't seen so far, face to face. അതുവരെ താൻ മുഖതാവിൽ കാണാത്തതാകുന്ന ഒരു സഭയ്ക്ക് എഴുതുമ്പോൾ, just think about that. What do we do? Normally when we write a letter, when I do a letter, when I write to somebody, I am John Thomas, pastor of such and such church. See, I introduce myself in that way. But think about this man. When he writes his first epistle, there is only one epistle to the Romans. Okay, when he writes to this church which he had never visited, he introduces himself as a servant of Christ Jesus, or Jesus Christ. And this is how he writes in almost all his epistles. പൗലോസിൻ്റെ പല ലേഖനങ്ങളിലും താൻ തന്നെക്കുറിച്ച് വിശേഷിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്കിതാണ്. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ഞാൻ പറഞ്ഞതുപോലെ ആ വേർഡ് ഡൂലോസ് അല്ലെങ്കിൽ സ്ലേവ് എന്നാണെങ്കിൽ, ഈ ഒരു വാക്യം തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പദം തന്നെയാണ് പഴയ നിയമത്തിൽ ആ ദൈവത്താൽ വിളിക്കപ്പെട്ട എല്ലാ വിശുദ്ധന്മാരും അവരെ തന്നെ അല്ലെങ്കിൽ അവരെ വിശേഷിപ്പിക്കുവാൻ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏബദ് യാഹ്വേ, എബ്രായ പദം യാഹ്വേയുടെ ദാസൻ. അതുകൊണ്ടാണ് അബ്രഹാമിനെ കുറിച്ചും, ഈവൻ അബ്രഹാം വാസ് കോൾഡ് ഏബദ് യാഹ്വേ, യാഹ്വേയുടെ ദാസൻ. മോശ, അതുപോലെ തന്നെ അനേക ചെറിയ പ്രവാചകന്മാർ
Amos തുടങ്ങി those so-called minor prophets, all of them were known as servants of Yahweh. Servants of Yahweh. But here, Paul, instead of, although he follows that Old Testament scriptures, പഴയ നിയമ തിരുവഴുത്തുകൾ താൻ ഫോളോ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇൻസ്റ്റഡ് ഓഫ് യാഹ്വേ he calls himself servant of Jesus Christ, which means he puts Jesus on equal pedestal as Yahweh of the Old Testament. In the Old Testament, Moses, Abraham, Joshua, Samuel, and all those people of God were called. ആ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെ എല്ലാം തന്നെ യഹോവയുടെ ദാസന്മാരെന്ന് വിളിച്ചപ്പോൾ പുതിയ നിയമത്തിൽ പോള് യേശുക്രിസ്തുവിൻ്റെ ദാസനെന്ന് പറയുമ്പോൾ അതേ അതോറിറ്റി അല്ലെങ്കിൽ അതേ പ്രിവിലേജ് തനിക്കും കിട്ടി. പക്ഷെങ്കിൽ യാഹ്വേ എന്ന് പറയുന്നതിന് പകരം യേശുക്രിസ്തു എന്ന് പറയുന്നതിനാൽ യാഹ്വേയുടെ ഈക്വാലിറ്റിയിൽ, അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് യാഹ്വേ ഈസ് ജീസസ് ക്രൈസ്റ്റ്. യഹോവ യേശുക്രിസ്തുവാണ് എന്നുള്ള ആ കാര്യം ഇവിടെ പോള് പറയുക. Now, അപ്പോൾ സെർവൻറ്റ്, ദാസൻ. രണ്ടാമതായിട്ട് he is called to be an apostle. So he is called. There is a specific call. And in other words, the ministry, the apostolate that he is under is not self-chosen. He didn't choose to be an apostle. Unlike today's charlatans who describes themselves, I am an apostle. They are charlatans. No doubt about that. Paul says, Paul എന്നാ പറയുന്നത്, although his task and ministry is like those Old Testament servants of God, prophets of God, just like them, he has not chosen to be an apostle. Rather, his task was given to him by God. That is exactly what he says. Called to be an apostle. In other words, തൻ്റെ അപ്പോസ്തലനായിരിക്കുവാനുള്ള ആ കോള് താൻ തന്നെ തിരഞ്ഞെടുത്തതല്ല, ഒരു ഹ്യൂമൻ കൗൺസിലും തനിക്ക് കൊടുത്തതല്ല, ഒരു അതോറിറ്റിയും തനിക്ക് കൊടുത്തതല്ല, മനുഷ്യരാലല്ല. Galatians chapter 1 and verse 1. ഒന്ന് വായിച്ചോളൂ. Galatians. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ. Look at that. Paul an apostle, not from men, nor through man, but through Jesus Christ and God the Father. Again, Paul's high Christology is seen in that verse. How Paul considers Jesus Christ. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? യേശുക്രിസ്തു കേവലം മനുഷ്യൻ അല്ല, അല്ലേ? അതല്ലേ അതിൻ്റെ മീനിങ്. ആ ഹൈ ക്രിസ്റ്റോളജി, ക്രിസ്തുവിനെ കുറിച്ചുള്ളതാകുന്ന തൻ്റെ ആ വലിയ ബോധ്യം അപ്പോസ്തലനാകുന്ന പൗലോസും. അപ്പോൾ this peculiar call to be an apostle is very important.
അതായത് ഈ നമ്മൾ അപ്പോസ്തോലൻ എന്നുള്ള വാക്ക് 2 അർത്ഥത്തിൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ദ ഓഫീസ് ഓഫ് അപ്പോസ്റ്റൽ ഈസ് വൺ, ആൻഡ് the same word apostle is used in a general sense. So there is a distinction between the office of the apostle and the general sense in which a person is called as an apostle. There is a distinction. ഈ ഡിസ്റ്റിങ്ഷൻ മനസ്സിലാക്കിയില്ലെങ്കിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് പറയാം, പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ. ഓഫ് കോഴ്സ്, ഓക്കെ, നമ്മളിങ്ങനെ പറയാറുണ്ട്, പാസ്റ്റർ PM സാമുവൽ ആന്ധ്രായുടെ അപ്പോസ്തോലൻ എന്ന് പറയും. ശരിയാ, ഏതർത്ഥത്തിലാണെന്നറിയാമോ? ആ പൊതുവായ അർത്ഥത്തിൽ അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. PM സാമുവലിനെ കുറിച്ച് പൊതുവാകുന്ന അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ആദ്യം കടന്നുപോയി പെന്തക്കോസ്ത് സഭകളുടെ സ്ഥാപനത്തിന് ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തി. ആ പൊതു അർത്ഥമാണത്. അതുകൊണ്ടാണ് അപ്പോസ്റ്റൽ ഓഫ് ചർച്ചസ് എന്നുള്ള ആ ഒരു കാര്യം പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സഭയുടെ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ ഞാൻ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു എന്ന പദം അപ്പോസ്റ്റോലോസ്, ഐ സെൻറ്റ്, ഞാൻ അയക്കുന്നു. ആ അർത്ഥത്തിൽ ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി മറ്റൊരാളെ, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സഭയെ, ഒരു അതോറിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുവാനായിട്ട് പൊതുവായ അർത്ഥത്തിൽ അപ്പോസ്റ്റൽ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ there is a distinction, there is a difference between the general sense in which this word is used and the particular sense in which this word is used. ഈ പദം ഒരു പ്രത്യേക നിലയിൽ ഉപയോഗിക്കുന്നതും പൊതുവാകുന്ന നിലയിൽ ഉപയോഗിക്കുന്നതിനും അല്പം വ്യത്യസ്തതയുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു വേദഭാഗം എനിക്കറിയാം, ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോയെങ്കിലേ പറ്റുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 1-ാം അധ്യായം 21 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോട് കൂടെ അവൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ യുസ്തോസ് എന്ന മറുപേരുള്ള ബർഷബ എന്ന യോസഫ്, മർത്തിയാസ് എന്നീ 2 പേരെ നിർത്തി. അപ്പോൾ അവിടെ ആ ഒറിജിനൽ 12 പേരെ കർത്താവ് തിരഞ്ഞെടുത്തു. പക്ഷേ ഒരാൾ എന്ത് ചെയ്തു? മാറിപ്പോയി. ഓക്കെ, ആ മാറിപ്പോയ സ്ഥലം റീപ്ലനിഷ് ചെയ്യുകയാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ റീപ്ലനിഷ് ചെയ്തപ്പോൾ ആ വ്യക്തിക്കുണ്ടായിരിക്കേണ്ട യോഗ്യത എന്തായിരിക്കണം? 1, യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവൻ്റെ പുനരുത്ഥാനത്തിന്. അപ്പോൾ ഇതാണ് പ്രാഥമികമായി ആ ഒറിജിനൽ 12 അപ്പോസ്റ്റൽസിൽ ഒരാൾ മാറിയപ്പോൾ
അവിടേക്ക് തിരഞ്ഞെടുക്കുവാൻ അവരുപയോഗിച്ച മാനദണ്ഡം. This is the criterion in Acts of the Apostles, chapter 1, beginning with verse 21. And he should be a witness to the Lord Jesus Christ, right from the baptism to his death on the cross, and he should be a witness to the resurrection of Jesus. That was the primary qualifications they used, or that was the primary qualification as is mentioned in the Word of God. So there is a distinction. That's what I'm coming to. അപ്പോൾ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അവർ പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ സ്നാനം മുതൽ മരണം വരെ പുനരുത്ഥാനം, ഇത്രയത്തിന് സാക്ഷിയായിരിക്കണം. Now, does Paul qualify on this ground? Yes, he does. For example, he claims he had seen the Lord. 1 Corinthians 9:1. ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തലനല്ലയോ, നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? Have I not seen Jesus Christ our Lord? Okay. He claims he had seen. Of course, പോളിൻ്റെ ഇതൊരു പക്ഷേ പോള് കർത്താവിനെ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കണ്ടതാകാൻ പറയുന്നു. വി ഡോണ്ട് നോ. ബട്ട് ചാൻസസ് ആർ Paul must have seen Jesus. Chances ഉണ്ട്. കാരണം he was a disciple of Gamaliel. Almost കർത്താവിൻ്റെ സമകാലീനനായിരുന്നു പോൾ. അതുകൊണ്ട് തന്നെ അപ്പോൾ പോൾ പറയാം, ഹാവ് ഐ നോട്ട് സീൻ. അടുത്തത് നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ല. ഗലേഷ്യൻസ് ചാപ്റ്റർ 1 നമ്മളത് വായിച്ചു. മനുഷ്യരാലുമല്ല, മനുഷ്യരിൽ നിന്നുമല്ല, മനുഷ്യരാലുമല്ല, യേശുക്രിസ്തുവിനാൽ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും. He had been specially commissioned by the Lord Jesus Christ, just as the original 12. This is very important. Paul is different, and he is included in the original bench of apostles, that bench of people. Okay. And then 2 Corinthians 12:12, he manifested clearly the marks of, or the signs of an apostle. 2 Corinthians. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും. നോക്ക്, അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പോൾ ഇനിയും റോമൻസ് 11:13 താൻ പറയുന്ന ഹീ ഈസ് ആൻ അപ്പോസ്റ്റൽ ടു ദ ജെൻറ്റൈൽസ്. ഇനി എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഇത് വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ഉപദേശമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ എഫേഷ്യൻസ് ചാപ്റ്റർ 2 ആൻഡ് the last verses, chapter 2. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. 20 വാക്യം. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ക്രിസ്തുയേശു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ. എന്തോ അപ്പോൾ അടിസ്ഥാനം? പ്രവാചകന്മാരെന്താ പറഞ്ഞേ? പ്രവാചകന്മാർ പറഞ്ഞേ thus saith the Lord. What did the prophet say? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പോസ്തലൻസ് എന്താ പറഞ്ഞേ? അപ്പോസ്തലൻസ് അതിനെ
ഒരുവൻ പ്രവാചകനെന്നോ ആത്മീകനെന്നോ തോന്നുന്നുവെങ്കിൽ ഞാൻ എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പന എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. നോക്കിയേ, അപ്പോൾ എന്താണ് അടിസ്ഥാനം? പ്രവാചകന്മാരിൽ കൂടെ, അപ്പോസ്തലന്മാരിൽ കൂടെ യേശു കർത്താവ് ഉപദേശിച്ച ആ ഉപദേശം, ആ ഒരു സവിശേഷമാകുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് അപ്പോസ്തലന്മാർ. അതുകൊണ്ടാണ് നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളേ ഉള്ളൂ, 28-മതൊന്നില്ല. എന്താ കാര്യമെന്നറിയാം? ഇതാ കാര്യം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? അപ്പോസ്തലന്മാരിൽ നിന്നോ അവരുടെ അസോസിയേറ്റ്സിൽ നിന്നോ ഉള്ള ലേഖനങ്ങളും ഉപദേശങ്ങളും മാത്രമേ ആദിമസഭ ദൈവിക തിരുവഴുത്തായി അംഗീകരിച്ചിരുന്നുള്ളൂ. അപ്പോൾ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. The distinction of the apostle of Christ and the general category of apostles, there is a world of difference. ഒരു വലിയ വ്യത്യാസമുണ്ട് അത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഞാൻ അപ്പോസ്തലനാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാതാ, കള്ളമാ, ഒന്നുമില്ല. അപ്പോസൽ എന്ന സെൽഫ് സ്റ്റൈലായിട്ട് വരുന്നവരെ ഒന്നും അംഗീകരിക്കരുത്. അവരാരും അപ്പോസൽസ് അല്ല. ഓക്കെ, ഇഫ് യു ആർ എ മിഷണറി യു കുഡ് റൈറ്റ്ലി ബി കോൾഡ് ആൻ അപ്പോസൽ. ഒരു അൺറീച്ച്ഡ് ഏരിയയിൽ കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് പോകുന്ന ഒരാളിനെ, ഒരു മിഷണറിയെ, ഒരു അപ്പോസൽ എന്ന് വിളിക്കാം ആ അർത്ഥത്തിൽ. അല്ലാതെ ചുമ്മാതെ ഗിമ്മിക്ക് കാട്ടാൻ വേണ്ടി ഞാൻ അപ്പോസ്തലനാണെന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യനെ കളിപ്പിക്കാൻ വരുന്നവനെല്ലാം കള്ളന്മാരാ കേട്ടോ, കള്ളന്മാരാ അവന്മാർ. They have no relation to the word of God. ഇതുകൊണ്ട് ഈ അജ്ഞതയിൽ നമ്മളാരും പെട്ടുപോകരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ പറയും ഇയാൾ ഇത്ര അറോഗൻ്റ് ആണെന്ന്. ഓഫ് കോഴ്സ് ഐ ആം അറോഗൻ്റ് when it comes to the glory of Jesus. കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് വരുമ്പോൾ എനിക്ക് ഐ കനോട്ട് മിൻസ് വേർഡ്സ് വെൻ ഐ സേ ദാറ്റ്. കാരണം അത് ഭയങ്കരമാകുന്നൊരു എന്താ പറയുന്നേ, ഒരു വേദനയിൽ നിന്നാണ് ഞാനത് പറയുന്നത്. നോട്ട് ബിക്കോസ് ഐ വാണ്ട് ടു യൂസ് ദാറ്റ് വേർഡ്, ബട്ട് ദാറ്റ് ഈസ് ദ ഫാക്ട്. സോ Paul says he is an apostle of God. He is called and separated. അടുത്ത വാക്ക് ഉപയോഗിക്കുന്നത് എന്നറിയാമോ? സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ട. 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. അതിൻ്റെ ഗലേഷ്യൻസ് 1:15. മറ്റൊരാൾ ജെറമായ 1:5 മറ്റൊരാൾ ആക്ട്സ് 9:15 വായിക്കണം. ഓക്കെ, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. നോക്കുക, എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു. വേർതിരിച്ചെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ നെഗറ്റീവ് തിങ്. ദാറ്റ് മെനി ടൈംസ് വെൻ യു ടോക്ക് അബൌട്ട് സെപ്പറേഷൻ ഇറ്റ് മീൻസ് നെഗറ്റീവ്ലി വി ആർ സെപ്പറേറ്റിംഗ് from something, but here it is a positive meaning. He is separated to something. To what? To the gospel. See, he is separated to the gospel. Jeremiah 1:5. It is very similar even in the Old Testament. വായിച്ചു. നോക്കുക, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ സെറ്റ് അപ്പാർട്ട്.
സാങ്ക്ടിഫൈ ചെയ്തു. പിന്നെ ഐ ഓർഡൈൻഡ് യു എ പ്രോഫറ്റ് ടു ദ നേഷൻസ്. ഇനിയും ഈ വിളിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയണം. അപ്പോസ്തലൻ പറയുക, ഞാൻ അപ്പോസ്തലനാണ്, പിന്നെ ക്രിസ്തുവിൻ്റെ ദാസനാണ്. ആദ്യം പറയുന്നത് ക്രിസ്തുവിൻ്റെ ദാസനാണ്. മലയാളം വേദപുസ്തകത്തിലെ ആ ഓർഡർ തിരിച്ചാണ്. പക്ഷേ ഒറിജിനലി ഞാൻ ദാസനാണ്, അപ്പോസ്തലനാണ്. അതിനു വേണ്ടിയിട്ട് ദൈവം എന്നെ വിളിച്ചു. ഇതേ കാര്യം ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ 13:2 താൻ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചോളൂ. 13:2. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവര് ആ പദം ഞാൻ ഉപവാസത്തെക്കുറിച്ച് അല്ലേലും ഒന്നങ്ങ് പറഞ്ഞു പോകാം. അവർ കർത്താവിനെ ആരാധിച്ചും അല്ലേ, ഉപവസിച്ചു. അപ്പോൾ യേശുവിൻ്റെ കർത്തൃത്വത്തിന് അവർ തങ്ങളെ തന്നെ കീഴ്പ്പെടുത്തുകയായിരുന്നല്ലേ. ദാറ്റ് ഈസ് ദ മീനിങ്. ദ മിനിസ്റ്റേർഡ് ടു ദ ലോർഡ്, ദാറ്റ് ഈസ് ദ വേർഡ്, മിനിസ്റ്റേർഡ് ടു ദ ലോർഡ് ആൻഡ് ഫാസ്റ്റഡ്. So they were willingly and voluntarily devoting themselves to the lordship of Christ. And they were in fact telling the Lord, Lord, may your will be done. So that is what it really means to minister and fast. ഇല്ലേ, നമ്മളൊക്കെ ഇന്ന് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? But in New Testament, that's not the way it is. അങ്ങനല്ല ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ. They fasted, they ministered, they submitted themselves, they devoted fully to the lordship of Christ. Lord, you are our master. We submit ourselves. This is what is called fasting. But nowadays, fasting is like hunger strike. അതാ വ്യത്യാസം. ഇന്ന് ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നേ, നിരാഹാര സത്യാഗ്രഹത്തിന് പറയുന്ന രാഷ്ട്രീയക്കാർ അവിടെ നിരാഹാര സത്യാഗ്രഹം നടത്തുന്നു. നമ്മളിവിടെ സഭയ്ക്കകത്ത് നിരാഹാര സത്യാഗ്രഹം, കൊടിയും പിടിച്ചുകൊണ്ട്, കൊടിയൊന്നും ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ ഉണ്ട്, കൊടികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഐ വാണ്ട് ടു ഹാവ് മൈ വേ ലോർഡ്, നോട്ട് യുവർ വേ. ബട്ട് ഹിയർ ദേ മിനിസ്റ്റേർഡ് unto the Lord and fasted. And then the Lord said, look at that. Once they submitted themselves to the lordship of Christ, the Lord said, now listen. What did he say? എന്താ പറഞ്ഞേ? ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഓൾറെഡി അവരെ വിളിച്ചതാ, അവരെ വേർതിരിച്ചതാ. പക്ഷെ ഇപ്പൊ പറയുക, നൗ പബ്ലിക്കലി അവരെ വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഓക്കെ, ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. പോളും ബർന്നബാസും ഒക്കെ എന്നാൽ ഒരു സുപ്രഭാതത്തിൽ എന്നാൽ ഇന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ മിഷണറിമാരായിട്ട് അങ്ങ് പോയേക്കാം, അങ്ങനല്ലത്. ദാറ്റ്സ് നോട്ട് ദ വേ ഇറ്റ് ഈസ്. റാദർ ദേ ഫസ്റ്റ് സബ്മിറ്റഡ് themselves at the disposal of the Lord and Master, and the Lord and Master decided that I am going to send you to such and such place. This is how it works. അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. അല്ലാതെ നമ്മൾ നമ്മുടെ നിലയിൽ അങ്ങ് പോവുകയല്ല. ദൈവം തീരുമാനിക്കട്ടെ നാം എന്ത് ചെയ്യണമെന്ന്.
അതിനുവേണ്ടി നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്യുക. അതിൻ്റെ പേരാണ് ഫാസ്റ്റിംഗ്. അപ്പോൾ പോൾ പറയുക, എന്നെ കർത്താവ് എന്ത് ചെയ്തു? വേർതിരിച്ചു. അന്നാ എന്തിനു വേണ്ടിയാണ് തന്നെ വേർതിരിച്ചതെന്നാണ് തുടർന്ന് താൻ പറയുന്നത്. Now, in the following verses, Paul writes about for what the Lord separated him, the Lord called him. And then അവിടെ തുടർന്ന് നമ്മൾ ശ്രദ്ധിച്ച അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത് ദൈവമക്കളാകുന്ന നമ്മുടെ ദൈവത്തിന് നമ്മളോട് ചെയ്ത വലിയ ഫേവറാണ്. അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അവിടെ മലയാളത്തിൽ വേഴ്സ് 3 പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. See, look at that. It is not only God called me as an apostle, but God in His mercy called you also, my brethren. You also. അപ്പോൾ ദൈവത്തിൻ്റെ ആ വിളി എന്നുള്ളത്, എന്താ പറയുന്നത്, ആ ഇഫക്ച്വൽ കോൾ എന്നുള്ളത്, ആ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നമ്മളെ വിളിച്ചു എന്നുള്ളത്. എന്നിട്ട് പൗൽ പിന്നെ പറയുന്നുണ്ട്, ഗ്രേഷ്യസ് അപ്പോസ്തോലേറ്റ്, കൃപയും അപ്പോസ്തോലത്വവും പ്രാപിച്ചു. അപ്പോൾ ഇറ്റ് ഈസ് ഗോഡ്സ് ഗ്രേഷ്യസ് കോൾ. God graciously, mercifully called us to what? To belong to the Lord Jesus. അല്ലേ? ദൈവത്തിന് പ്രിയരായി. Because God, why did He call us in the first place? Because He loved. He loved us. അതുകൊണ്ടാണ് അവിടെ നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് നമ്മളെ വിളിച്ചത്. എപ്പോഴാണ് നമ്മളെ സ്നേഹിച്ചത്? ലോകം സ്ഥാപിക്കുന്നതിന് മുൻപേ. ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. ദാറ്റ് ഈസ് വാട്ട് എഫേഷ്യൻസ് ചാപ്റ്റർ 1 says. ലോക സ്ഥാപനത്തിന് മുൻപേ He loved us. He loved. And then He called us. He made us His children. And this is gospel. And Paul says, this gospel is the gospel, the origin of the gospel is God. അവിടെ നമ്മൾ വായിക്കുന്നത്, which He promised, set apart for the gospel of God. So, gospel of God എന്ന് പോൾ പറയുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ അതിനെക്കുറിച്ച് പൗലോസ് വേഴ്സ് 9 ഗോസ്പൽ ഓഫ് ഹിസ് സൺ ഇല്ലേ? മലയാളത്തിൽ ഞാൻ ഇടവിടാതെ വേഴ്സ് 10 മലയാളത്തിൽ 10 എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ, പുത്രനെ കുറിച്ചുള്ള സുവിശേഷം, ഗോസ്പൽ the gospel of His son, പുത്രൻ്റെ സുവിശേഷം. ഓക്കെ, ഗോസ്പൽ ഓഫ് ഹിസ് സൺ, പുത്രൻ്റെ സുവിശേഷം. അത് പോള് ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ 2:16 വേഴ്സ് 2 and 16. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷം, മൈ ഗോസ്പൽ. സോ Paul says, gospel of his son, gospel of Christ, my gospel. Because anybody who preaches and shares the gospel must make this gospel his own. We shouldn't detach ourselves from the gospel. We should feel the gospel.
We should live the gospel and we should share the gospel. അതുകൊണ്ടാണ് എൻ്റെ സുവിശേഷം. That is why Paul also refers to gospel as my gospel. And now here പൗലോസ് പറയുന്നത് അതിൻ്റെ അൾട്ടിമേറ്റ് സോഴ്സിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ the gospel is rooted in God's eternal purpose. ദൈവത്തിൻ്റെ നിത്യമായ പർപ്പസിൽ അല്ലെങ്കിൽ നിത്യമാകുന്ന നിർണയത്തിൽ ഉള്ള കാര്യമാണ് ദൈവത്തിൻ്റെ സുവിശേഷം. കാരണം രണ്ടാമത്തെ വാക്യത്തിൽ പോൾ പറയുന്നുണ്ട്, which he promised beforehand through his prophets in the Holy Scriptures. So it is not a plan B. It is not an afterthought. Rather, the gospel is really in God's plan right from eternity past. And he planned it. He promised it. And that is why when he calls Abraham, the first blessing is that I'm going to bless you. And what is the blessing? Through you, all the families of earth will be blessed. ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകാം. എന്താ അനുഗ്രഹം? ഭൂമിയിലെ സകല കുടുംബങ്ങളെയും ഞാൻ നിന്നിലൂടെ അനുഗ്രഹിക്കാൻ പോകാം. That is the blessing. So Paul says, which he promised beforehand. മുമ്പ് കൂട്ടി തിരുവെഴുത്തുകളിൽ ഈ സുവിശേഷം പറഞ്ഞിരിക്കുന്നു. In other words, this is the gospel of God. ഇത് ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള ആ കരുതലും അവരെ രക്ഷിക്കുവാനുള്ളതാകുന്ന ആ ഇച്ഛയിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. So, in other words, in the epistle of Romans, although we speak about the righteousness of God, the justification, all those things are there. But the main theme is God's gospel. ദൈവത്തിൻ്റെ സുവിശേഷം. ആ സുവിശേഷം തിരുവെഴുത്തിൽ it has got the attestation of the scriptures. That's what Paul continues. The gospel he promised beforehand through his prophets in the holy scriptures. വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. So the gospel is God's unchanging plan from eternity. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പദ്ധതിയാണ് സുവിശേഷം. അതുകൊണ്ടാണ് അത് തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം വിശുദ്ധ രേഖകളിൽ ആ സുവിശേഷം. Now, ഈ സുവിശേഷം in chapter 3 verse 21 and 22, മൂന്നാം അധ്യായം അതിൻ്റെ 21 22 വാക്യങ്ങളൊന്ന് വായിച്ചു. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അത് നമ്മൾ പിന്നീട് വായിക്കും. എന്നാലും വായിച്ച് ശ്രദ്ധിക്കാൻ പറയട്ടെ. ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസത്താൽ, ന്യായപ്രമാണത്തിൻ്റെ ഒരു ആചാരവും അനുഷ്ഠാനവുമില്ലാതെ സിംപ്ലി ബൈ ഫെയ്ത്ത്, കൃപയാൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. വേഴ്സ് 22. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. നോക്കുക, അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. സോ ഈ സുവിശേഷം എന്ന് പറയുന്നത് ദൈവം വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. അത് തന്നെയാണ് 1:17 നമ്മൾ വായിക്കുന്നത്. ചാപ്റ്റർ 1 verse 17 it says, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. For in it, in the gospel, Paul says, why I'm not ashamed of the gospel, because it is the power of God
for salvation to everyone who believes, to the Jew first and also to the Greek. Since, why I am not ashamed? Because it is the power of God unto salvation. It is power. We hand out a small tract, but believe and pray. It is the power of God unto salvation to all who believe. വിശ്വസിക്കുന്ന ഏവർക്കും. The Jew first and also to the Greek. And why? It is the power of God. It is powerful not because you do something and be saved. That is not power. When you believe, you are being strengthened. You are being enabled by the power of God. And that is the power of the gospel. Why? In it, the righteousness of God is revealed from faith for faith. നോക്കണം, അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്നും, വിശ്വാസത്താലാണ് വിശ്വാസത്തിനായി. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോഴും അത് വിശ്വാസം. എന്നിട്ട് പറയാം, ആസ് ഇറ്റ് ഈസ് റിട്ടൺ, ദ റൈച്ചസ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. സോ ഗോഡ് വിൽ ജസ്റ്റിഫൈ എ സിന്നർ by his mercy and grace is well planned beforehand in the scriptures by God, and it is already written down. അതാണ് ഇപ്പോൾ പറയുന്നത്. സുവിശേഷം തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരിൽ കൂടെ മുമ്പ് കൂട്ടി വാഗ്ദാനം ചെയ്ത ദൈവത്തിൻ്റെ സുവിശേഷം. Then he goes on to speak that what is the content of the gospel, or what is the substance of the gospel. In Malayalam 4 and 5. Let us read and conclude. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ചു ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിൽ നിന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ. So the gospel is, in English Bible, verse 3, concerning his son. So the gospel is all about, it is planned by God, and it is written down in the Old Testament scriptures. It is revealed, and the content, the substance of the gospel concerning his son, it is all about Jesus Christ. എന്തൊക്കെയാണത്? Who was descended from David according to the flesh. ജഡസംബന്ധമായിട്ട് എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ. അവിടുന്ന് he became ജഡം, അവിടുന്ന് ജഡമെടുത്തു. അങ്ങനെ ജഡമെടുത്തപ്പോൾ ദാവീദിനോട് പ്രോമിസ് ചെയ്തതുപോലെ 2 സാമുവേലിൽ ആ പ്രോമിസ് നമ്മൾ വായിക്കുന്നുണ്ട് 7-ാമത്തെ അധ്യായത്തിൽ. നിനക്ക് ശേഷം ഈ സിംഹാസനത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന്. അത് ശലോമോനെക്കുറിച്ചോ അല്ലെങ്കിൽ പിന്നീടുണ്ടായ രാജാക്കന്മാരെക്കുറിച്ചോ അല്ല പറഞ്ഞേക്കുന്നത്. അതിനെ ആ ഡേവിഡിക് കവനൻ്റ് എന്ന് പറയുന്നത്. ഡേവിഡിക് കവനൻ്റ്. 2 സാമുവേൽ chapter 7. Chapter 7, നിൻ്റെ മുമ്പാകെ, ഓക്കെ, നിന്റെ ഗൃഹവും നിന്റെ രാജ്യവും. ഓക്കെ വേഴ്സ്, നിന്റെ ഗൃഹവും അവൻ്റെ വേഴ്സ് 12, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ടും
നിന്റെ പിതാക്കന്മാരോടുകൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അടുത്തത്, അവൻ എൻ്റെ നാമത്തിനൊരു ആലയം പണിയും. ഓഫ് കോഴ്സ് അത് സലോമനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. എന്നിട്ട് 15-ാമത്തെ വാക്യത്തിലേക്ക് വരും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിങ്കിൽ നിന്ന് ഞാൻ എൻ്റെ ദയ നീക്കിയതുപോലെ അത് അവങ്കിൽ നീങ്ങിപ്പോയില്ല. നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. I will establish your throne forever. എന്നേക്കും. അതുകൊണ്ടാണ് യേശു കർത്താവിനെ അവർ സംബോധന ചെയ്യുന്നു. ഒരു കുരുടൻ വന്ന് സംബോധന ചെയ്യുന്നത്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ ചെയ്യണം. കാരണം അവർക്ക് ഓൾറെഡി അറിയാം മെസ്സയ വരാൻ പോകുന്നത് ആരുടെ ലീനിയേജിലാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് യെശയ്യാ 11:1 മുതൽ നമ്മൾ വായിക്കുന്നത്, ഇശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടും എന്ന് പറഞ്ഞ് ഉള്ള ആ പ്രോമിസ്. അപ്പോൾ ദാവീദിൻ്റെ ജഡപ്രകാരം ഇത് കർത്താവ് പരീശന്മാരോട് ചോദിക്കുന്നുണ്ട്. 110-ാമത്തെ സങ്കീർത്തനത്തിൽ യഹോവ എൻ്റെ കർത്താവിനോട്, അല്ലേ, യഹോവ എൻ്റെ കർത്താവിനോട് ഞാൻ നിൻ്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം എൻ്റെ വലതുഭാഗത്തിരിക്കുക. എന്നിട്ട് നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് മതിയാവും. എന്നിട്ട് ഈ വാക്യം പരീശന്മാരോട് കർത്താവ് പറയുന്നുണ്ട്. ക്രിസ്തു ആരാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ദാവീദിൻ്റെ സന്തതിയാന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അങ്ങനെയാണ് ദാവീദ് പറയുന്നുണ്ടല്ലോ, My God says to my Lord. എൻ്റെ ദൈവം എൻ്റെ കർത്താവിനോട് അല്ല. അപ്പോൾ ദാവീദ് അവനെ കർത്താവെന്ന് വിളിക്കുന്നെങ്കിൽ മിശിഹ എങ്ങനെയാണ് ദാവീദിൻ്റെ സന്തതിയാകുന്നത്? അവർക്കതിന് ഉത്തരം കൊടുക്കാനില്ലായിരുന്നു. പക്ഷേ നമുക്ക് ഇന്ന് അറിയാം എന്തുകൊണ്ടാണ്. കാരണം അവിടുന്ന് പുരാതനമായി ഉള്ളവനാണ്. എന്നാൽ ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയായിട്ട് ആ ലീനിയേജിൽ വന്നു പിറന്നു. അതുകൊണ്ടാണ് ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചങ്ങ് അവസാനിപ്പിക്കുക. എന്തുകൊണ്ടാണ് അതെന്ന് നമ്മൾ വായിക്കുന്നില്ല, പെട്ടെന്ന് ഞാനങ്ങ് പറയാം. 1 എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. അപ്പോൾ മരിക്കുവാൻ വേണ്ടി സമ്പൂർണ്ണ ദൈവമായവൻ സമ്പൂർണ്ണ മനുഷ്യൻ്റെ ആ കുപ്പായമെടുത്ത് അണിയുന്നു. വിത്തൗട്ട് സീസിങ് ടു ബി ഗോഡ്. ദൈവം എന്നുള്ളതിന് ഒരു അല്പം പോലും വിഘാതമുണ്ടാകാതെ മനുഷ്യനായി, സമ്പൂർണ്ണ മനുഷ്യനായി കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. എന്തിന്? സമ്പൂർണ്ണ മനുഷ്യനെന്ന നിലയിൽ പാപം കൂടാതെ. കാരണം മനുഷ്യൻ മരിച്ചേ തീരൂ. പക്ഷെങ്കിൽ പാപിയാകുന്ന അല്ലെങ്കിൽ പാപത്തിൻ്റെ ലാഞ്ചനയുള്ള ഒരു സാക്രിഫൈസും മനുഷ്യനെ വീണ്ടെടുക്കാൻ പര്യാപ്തമല്ല. അപ്പോൾ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവുമയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. റോമൻസ് ചാപ്റ്റർ 8 1 and 2 ഞാൻ പറഞ്ഞത്. അപ്പോൾ പാപത്തിന് ശിക്ഷ വിധിക്കുവാൻ പാപമില്ലാത്ത പരിശുദ്ധനായ ദാവീദിൻ്റെ സന്തതിയായവൻ ജഡമെടുത്തു. ആ ജഡമെടുത്ത ദൈവപുത്രൻ മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റപ്പോൾ
വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. എന്തിനേറെ, ഉയർപ്പിന് മുൻപ് തന്നെ ക്രൂശിലെ കർത്താവ് തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം അവിടെ നിന്ന് സെഞ്ചൂറിയൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഹീ വാസ് ട്രൂലി ദ സൺ ഓഫ് ഗോഡ്. അല്ലേ? ഒരു റോമൻ സെഞ്ചൂറിയൻ പറഞ്ഞ വാക്കാ, ഇവൻ നിശ്ചയമായും ദൈവപുത്രനായിരുന്നു. മരണം കണ്ടപ്പം, കാരണം കർത്താവിൻ്റെ മരണം തന്നെ അതുതന്നെ പഠനവിധേയമാക്കേണ്ടത്. അങ്ങനെ ഒരു മരണം ലോകത്തിലില്ല. തന്നെത്താൻ എനിക്ക് എൻ്റെ ജീവനെ വെച്ചു കൊടുക്കുവാൻ അധികാരമുണ്ട്, അതിനെ തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് തൻ്റെ പ്രാണനെ പിതാവിങ്കൽ ഏൽപ്പിച്ചു. യേശു തല ചായിച്ചു, പ്രാണനെ വിട്ടു. നോക്കിയേ, ഇതാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും എന്തിനു വേണ്ടി യേശു മരിച്ചു എന്ന് പ്രസംഗിക്കാത്ത ഒന്നും സുവിശേഷമല്ല. അത് മറ്റൊരു സുവിശേഷമാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് സുവിശേഷമെങ്കിൽ ആ സുവിശേഷമായിരിക്കട്ടെ നമ്മുടെ ആധാരം. നമുക്കതിനു വേണ്ടി ജീവിക്കാൻ കഴിയണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. അത് നമ്മുടെ സാക്ഷ്യമാകണം. ആൻഡ് ലെറ്റ് us live worthy of his calling and worthy of the gospel. വിളിക്ക് ഒത്തവണ്ണം സുവിശേഷത്തിന് യോഗ്യമായി നടക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സഹോദരന്മാരിലൊരാൾക്ക് ദയവായിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.